ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു VS നോട്ട്സ്. നമുക്കിന്ന് ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആരംഭിക്കാം. നമ്മളുടെ മാനേജ്മെൻറ്റ് ഫങ്ഷൻ്റെ ആദ്യത്തെ ഫങ്ഷനായ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്ലാനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണത്, ഒരു ഡെസിഷൻ മേക്കിംഗ് ആണ്. ഇൻ അഡ്വാൻസ് നമുക്ക് മുൻകൂട്ടി നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലേ? മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും, അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും. മനുഷ്യന് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കാര്യകാരണങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ നോക്കി ഏതൊരു കാര്യമാണേലും ഇവാലുവേറ്റ് ചെയ്ത് പ്ലാൻ നടത്താനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ പഠന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, ടീച്ചേഴ്സിന് അവരുടെ ടീച്ചിങ് വർക്കുകൾ, ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിൽ അവിടുത്തെ ഹസ്ബൻഡ് ടീച്ചർ പ്ലാൻ ചെയ്യാം. അങ്ങനെ ഏത് കാര്യത്തിനും അവിടെ എന്തുണ്ട്, ഒരു പ്ലാനിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബിസിനസ്സിനെ സംബന്ധിച്ചതാണെങ്കിൽ നമ്മളുടെ മാനേജ്മെൻറ്റിലെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഈ പ്ലാനിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ സ്റ്റെപ്സൊക്കെ എന്തൊക്കെയാണ്, ഇതെല്ലാം ഒരു ചാപ്റ്ററായിട്ട് നമുക്കിനി പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ മീനിങ് എന്താണെന്നൊന്ന് നോക്കാം. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, how is to be done, when is to be done, and who is to do it. ജസ്റ്റ് നമുക്ക് അതിൻ്റെ മീനിങ് നോക്കിയാൽ മനസ്സിലാക്കുന്നത്, ഇറ്റ് ഈസ് എ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഒരു മുൻകൂട്ടി തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ്. എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, വെൻ ഈസ് ടു ബി ഡൺ, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആൻഡ് ഹു ഈസ് ടു ഡു ഇറ്റ്, ആരാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഏത് പ്രവൃത്തിയുമായിക്കോട്ടെ അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ എന്ത് കാര്യമാണോ നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ടൊരു മീനിങ് പ്ലാനിങ്ങിനെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷൻ, നമ്മുടെ മാനേജ്മെൻറ്റിലുള്ള എല്ലാ പദങ്ങൾക്കും ഓരോരോ നിർവചനങ്ങളും സ്പെഷ്യലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അതും കൂൺസ് ആൻഡ് ഓ'ഡണലിൻ്റെ ആണ്. അത് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ തന്നതും അവർ തന്നിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, 2 പേരാണല്ലോ, അവർ പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്താണ്? മുൻകൂട്ടി തീരുമാനിക്കലാണ്. എന്താണ് മുൻകൂട്ടി തീരുമാനിക്കുന്നത്? വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ്, വെൻ ടു ഡു ഇറ്റ്, ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. ഇവരുടെ ഈ ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ ആദ്യം പഠിച്ച മീനിങ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. അത് പറഞ്ഞിരിക്കുന്ന ആരാണ്? കൂൺസ് ആൻഡ് ഓ'ഡണലാണ്. പിന്നെ അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ അവർ പറയുന്നുണ്ട്, പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വെയർ വി ആർ ടു വെയർ വി വാണ്ട് ടു ഗോ. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ നമുക്ക് പോകേണ്ടത്, അവ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെ ഇല്ലാതാക്കുന്ന, ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, എപ്പോഴും ഒരു വർഷം ചോദിച്ചത് ഇങ്ങനെ ഡയറക്റ്റായിട്ടായിരിക്കില്ല. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രം വെയർ വി ആർ ടു വെയർ വി വാണ്ട് ടു ഗോ. എന്നിട്ട് പറയുകയാണ്, ഐഡൻറ്റിഫൈ ദിസ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഏതാണ്? പ്ലാനിങ്. റൈറ്റ് ടു ഫീച്ചർ ഓഫ് ഇറ്റ്. ഏതെങ്കിലും 2 ഫീച്ചർ പറയുക. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇവർ ഈ നിർവചനമൊക്കെ വെച്ചിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ ഫങ്ഷനും പഠിക്കുമ്പോൾ ആ നിർവചനങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, പ്ലാനിങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. എന്താണ് പ്ലാനിങ് നമുക്കൊരു നേർവഴി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണത്? ബൈ സ്റ്റേറ്റിംഗ് ഇൻ അഡ്വാൻസ് ദ ഒബ്ജക്റ്റീവ്സ് ഇൻ ക്ലിയർ ടേംസ്, പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ഡയറക്ഷൻ ഫോർ ആക്ഷൻ. എന്താണ്? നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മുൻകൂട്ടി നിർവചിച്ചു വെച്ചിരിക്കുന്നതിനാൽ നമുക്ക് ഏത് വഴി അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു ഡയറക്ഷൻ നൽകുന്നു പ്ലാനിങ് എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, അതാണ് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. അടുത്ത ഇമ്പോർട്ടൻസ് ആണ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. നമ്മളുടെ ആ ഒരു അനിശ്ചിതത്വം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പ്ലാനിങ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് അൺസർട്ടനിറ്റീസ് ഓഫ് ഫ്യൂച്ചർ ആസ് ഇറ്റ് ഇൻവോൾവ്സ് ദ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കൃത്യമായി പ്രവചിക്കാനൊന്നും കഴിയില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാവിയിലെ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ പ്ലാനിങ്, ആസൂത്രണം സഹായിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. അനിശ്ചിതത്വം കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. എന്താണത്? പ്ലാനിങ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഡിവിഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മുടെ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും വ്യക്തികളുടെയും ഒക്കെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് പ്ലാനിങ്. അപ്പോൾ അതുവഴി എന്തും കൂടെ സാധിക്കുന്നുണ്ട്? അനാവശ്യമായിട്ടുള്ള ചെലവും അല്ലെങ്കിൽ അധ്വാനവും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. വേസ്റ്റുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പ്ലാനിങ് സഹായിക്കും. ഓക്കെ, അടുത്തത് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നവേഷൻ. എന്താണ്? ഇന്നവേഷനെ പ്രൊമോട്ട് ചെയ്യുന്നെന്നാണ് പറയുന്നത്. പ്ലാനിങ് ഈസ് ബേസിക്കലി ദ ഡിസൈഡിങ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് എയ്ഡ്സ് ഇന്നവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇങ്ങനെ തീരുമാനമെടുക്കൽ പ്രക്രിയ ആയതുകൊണ്ട് എന്താണ്? ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പിൽ വരുത്താനും സാധിക്കുന്നു. നൂതനമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്ലാനിങ് സഹായിക്കുന്നു. അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ്, പ്ലാനിങ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ് എന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് ക്ലിയർലി സ്പെസിഫൈസ് ദ സ്റ്റാൻഡേർഡ്സ് ടു ബി അച്ചീവ്ഡ്. എന്താണ് നമുക്ക് നേടേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കും. അപ്പോൾ എന്താണ്? ആ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ആവശ്യമായ രീതിയിലുള്ള പ്രൊസീജിയറുകളും പ്ലാൻ ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ ഇത് നിയന്ത്രണം സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ്. അപ്പോൾ ഇത് യഥാർത്ഥ പ്രകടനവുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ സാധിക്കും. അങ്ങനെ നമുക്ക് കൺട്രോളിങ് സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അടുത്ത നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകതകൾ, പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ. ഇറ്റ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. അതായത് സ്പെസിഫിക് ഗോൾസ് ആർ സെറ്റ് ഔട്ട് ഇൻ പ്ലാൻസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നു. അതാണ് പ്ലാനിനകത്ത് ഗോളുകൾ, ചെറിയ ചെറിയ ഗോളുകളെ നമ്മൾ ഓരോ സെപ്പറേറ്റ് ഗോളുകളാക്കി സെറ്റ് ചെയ്യുന്നു. ദസ് പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ ചെറിയ ചെറിയ ഗോളുകളെ സെറ്റ് ചെയ്യുന്നതിൽ കൂടി നമുക്ക് എന്ത് സാധിക്കുന്നു? നമ്മുടെ സ്ഥാപനത്തിൻ്റെ മൊത്തം ടോട്ടൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യം നേടുക എന്നുള്ളതിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ഫീച്ചറാണ് പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫങ്ഷനാണ്. പ്ലാനിംഗ് ലേയ്സ് ഡൗൺ ദ ബേസ് ഫോർ അതർ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്: ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. മറ്റുള്ള ഫങ്ഷനുകളുടെ എല്ലാത്തിൻ്റെയും അടിത്തറയായിട്ടാണ് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടാണ് പ്ലാനിങ്ങിനെ കാണുന്നത്.
അടുത്തത് പറയുന്നു പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഒരു തുടർ പ്രക്രിയയാണ്. പ്ലാനിങ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് ഇൻ ദ ഓർഗനൈസേഷൻ. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ന്യൂ പ്ലാൻസ് ആർ ടു ബി ഡ്രോൺ. ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രത്യേക പീരിയഡിലേക്കായിരിക്കും. അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കും? പുതിയ പ്ലാൻ ഡ്രോൺ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു പ്ലാൻ തീരുമ്പോൾ അടുത്ത പ്ലാൻ ആവുന്നു. അങ്ങനെ ആയതുകൊണ്ട് പ്ലാനിങ്ങിനെ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റും. അടുത്തത് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. It involves forecasting of future events such as customers' demand, competition, government policies, etc. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഭാവിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എങ്ങനെയുണ്ടാവും, നമ്മുടെ കോമ്പറ്റീഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ നേരിടേണ്ടി വരും, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്തൊക്കെല്ലാമാണ് എന്നതിനെക്കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്ഥാപനത്തിൻ്റെ ഭാവിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതാണ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സർസൈസ്. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ് ആൻഡ് ഇൻവോൾവ്സ് ഫോർസൈറ്റ്, ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. എന്താണ് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്, മെൻ്റൽ എക്സർസൈസാണ്. എന്ന് വെച്ചാൽ ഒരു ചിന്താ പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള കഴിവ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിൽ കൂടിയാണ് നമുക്ക് പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. അതായത് ഒരു മെൻ്റൽ എക്സർസൈസാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നിങ്ങളൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണേ. കൂടിയ ലെന്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. അടുത്തത് ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. അപ്പം പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം പഠിച്ചു, പ്ലാനിങ്ങിൻ്റെ സവിശേഷത പഠിച്ചു. അടുത്ത ടോപ്പിക്കാണ് പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ എന്തെല്ലാമാണ്. ഒന്നാമത്തെ പോരായ്മ ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. എന്ന് വെച്ചാൽ ഇഫ് ദ ഡാറ്റ ഓൺ വിച്ച് ഡെസിഷൻസ് ടേക്കൺ ആർ നോട്ട് റിലയബിൾ, ദ ഡെസിഷൻസ് വിൽ ഓൾസോ നോട്ട് ബി റിലയബിൾ എന്നാണ് പറയുന്നത്. അതായത് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചില മുൻകൂട്ടി നമ്മൾ ഇന്ന രീതിയിലാണെങ്കിൽ, കാര്യങ്ങൾ ഇന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ സങ്കല്പമുണ്ടല്ലോ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള നമ്മളുടെ ഒരു കണ്ടെത്തലുകൾ കറക്റ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റ വിശ്വാസയോഗ്യമല്ല എങ്കിൽ, നമ്മൾ അത് ബേസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന പ്ലാനിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട് വരും. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ ഡാറ്റയുടെ റിലയബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പ്ലാനിങ്ങിൻ്റെ റിസൾട്ടും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ലെന്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് അതുകൊണ്ട് ടൈം കൺസ്യൂമിങ് ഉണ്ട്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും താമസിക്കും. അതായത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും അത് അനലൈസ് ചെയ്യുന്നതിനും അവിടെ തീരുമാനം എടുക്കുന്നതിന് എക്സ്പേർട്ടിൻ്റെ അഡ്വൈസൊക്കെ നമ്മൾ മേടിക്കണം. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം സമയമെടുക്കും. അതുപോലെ തന്നെ ചിലവുമുള്ള ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് റിജിഡിറ്റി. അതായത് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു സ്ഥിരതയുണ്ടായിരിക്കും. ആ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. പ്ലാനിങ് ഇംപ്ലൈസ് പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് റിജിഡ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഏത് നടപടിക്രമങ്ങളായിരിക്കണം, എന്തെല്ലാം പ്രോഗ്രാമുകളായിരിക്കണം, എന്തായിരിക്കണം നയം എന്നുള്ളതെല്ലാം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നത് കൊണ്ട് ഇതെന്താണ്? റിജിഡാണ്, സ്റ്റേബിളായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ അത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്
സ്വന്തം ഇഷ്ടത്തിന് അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് കിൽസ് ദ ഇൻഡിവിജ്വൽ സ്കിൽ, ഇനിഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി. വ്യക്തിപരമായ കഴിവും അല്ലെങ്കിൽ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയും ഒന്നും നമുക്കിവിടെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ റിജിഡിറ്റിയാണ് പ്ലാനിങ്ങിനകത്ത്. അടുത്തത് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് എന്താണ്? മോസ്റ്റ് പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ചേഞ്ചസ്. സാധാരണയായിട്ട് കൂടുതൽ ആൾക്കാരും മാറ്റങ്ങളെ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. ദിസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ന്യൂ ഐഡിയാസ് ബിക്കംസ് എ ലിമിറ്റേഷൻ ടു പ്ലാനിങ്. പുതിയ പ്ലാനൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്താൻ പ്ലാനിങ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടവർ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ആ പ്ലാനിങ് വിജയിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് മാറ്റത്തിനനുസരിച്ചിട്ടുള്ള ഐഡിയാസിന് അതിനോടുള്ള ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാണോ പ്രതികരിക്കുന്ന ജീവനക്കാരുടെ, അത് ഈ പ്ലാനിങ്ങിനെ ബാധിക്കും. അടുത്തത് ലിമിറ്റഡ് സ്കോപ്പ്. അതായത് ഇൻ ഓർഗനൈസേഷൻസ് വെയർ സിറ്റുവേഷൻസ് ചേഞ്ച് റാപ്പിഡ്ലി ദർ ഈസ് ലിമിറ്റഡ് സ്കോപ്പ് ഫോർ പ്ലാനിങ്. അതായത് എപ്പോഴും സിറ്റുവേഷനുകൾ മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നേരിടുന്ന, അല്ലെങ്കിൽ സീസണുകൾ മാറുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ചേഞ്ചസ് വരും. അപ്പോൾ എപ്പോഴും സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് ഒരു കാര്യവും പ്ലാൻ ചെയ്ത് നടപ്പാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അത്തരം സ്ഥാപനങ്ങളിൽ ലിമിറ്റഡ് സ്കോപ്പ് ആയിരിക്കും ഇതിനുണ്ടാവുക. അടുത്തത് ഇൻഫ്ലുവൻസസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും കുറച്ച് ബാഹ്യ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കും. ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് മേ ബി അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ഓർ ലീഗൽ. കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അത് സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സാങ്കേതികമായിട്ടും നിയമപരമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ പ്ലാനിങ് വർക്കൗട്ട് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അവയ്ക്കൊക്കെ ഈ ഫാക്ടേഴ്സിനൊക്കെ നമ്മുടെ പ്ലാനിങ്ങിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ പ്ലാനും മാറിപ്പോയിക്കൊണ്ടിരിക്കും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് പ്ലാനിങ്ങിൻ്റെ സക്സസ് മറിഞ്ഞുമിരിക്കും. അതാണ് പറയുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ സേ എക്സാം, ഈ 2020 സേ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഏതെങ്കിലും ഒരു 5 ഹെഡിങ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ നോട്ടൊക്കെ എഴുതി വെച്ച് അർത്ഥം മനസ്സിലാക്കി വീണ്ടും ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.